How many liters of milk can a hemispherical bowl of diameter 10.5 centimeter hold? അപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഒരു 2 പ്രാവശ്യം ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചു നോക്കുക. അപ്പം നിങ്ങൾക്ക് എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളതെന്ന് മനസ്സിലാവും. 10.5 സെന്റിമീറ്റർ ഡയമീറ്റർ ഉള്ള ഒരു ഹെമിസ്ഫെറിക്കൽ ബൗളിൽ എന്തോരം മിൽക്ക് നമുക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും, അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഹെമിസ്ഫെറിക്കൽ ബൗൾ എന്ന് പറയുമ്പോൾ ദാ ഈ ഒരു ഷേപ്പിൽ വരും അല്ലേ. അതായത് ഹെമിസ്ഫിയറിന്റെ ഷേപ്പിലായിരിക്കും ഹെമിസ്ഫെറിക്കൽ ബൗൾ വരിക. ഇതിന്റെ ഡയമീറ്റർ, അതായത് ഇവിടം തൊട്ട് ഇവിടെ വരെയുള്ള മെഷർമെന്റ് നമുക്ക് തന്നിട്ടുണ്ട് 10.5 സെന്റിമീറ്റർ. ഈ ബൗളില് എന്തോരം മിൽക്ക് നമുക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് കണ്ടുപിടിക്കണേ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഈ ഹെമിസ്ഫെറിക്കൽ ബൗളിന്റെ വോളിയം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇതിന്റെ ഹെമിസ്ഫെറിക്കൽ ബൗൾ എന്ന് പറയുന്നത് ഹെമിസ്ഫിയറിന്റെ ഷേപ്പിലാണ് എന്ന് ഞാൻ പറഞ്ഞു. ഹെമിസ്ഫിയറിന്റെ വോളിയം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? നമ്മൾ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ എല്ലാ ഇക്വേഷൻസും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ്. അപ്പൊ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആദ്യം ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ട് ഇക്വേഷൻസ് എല്ലാം കാണാതെ പഠിക്കുക. എന്നിട്ട് മാത്രം നിങ്ങൾ എക്സസൈസുകൾ നിങ്ങൾ കാണുക. ഹെമിസ്ഫിയറിന്റെ വോളിയം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ 2/3 πr³ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് ഡയമീറ്റർ ആണ് അല്ലെ. ഡയമീറ്റർ D = 10.5 സെന്റിമീറ്റർ. ഇതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? റേഡിയസ് കണ്ടുപിടിക്കണം. റേഡിയസ് എന്ന് പറയുന്നത് ഡയമീറ്ററിന്റെ നേരെ ഹാഫ് ആണ്. അപ്പൊ നിങ്ങൾ ഇതിങ്ങനെ തന്നെ ഇടുക. അപ്പൊ നിങ്ങൾക്ക് ഇക്വേഷൻ എഴുതി ചെയ്യുമ്പോൾ എന്തെങ്കിലും കട്ട് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് വോളിയം കണ്ടുപിടിക്കണം. വോളിയം ഓഫ് ഹെമിസ്ഫിയർ = 2/3 πr³ = 2/3 into പൈ. ഇവിടെ 22/7 എന്ന ക്വസ്റ്റ്യനിലുണ്ട്. 22/7 into r³ r ഇവിടെ 10.5/2 ആണ്. ഇതിനെ നമ്മൾ ക്യൂബ് ആയതുകൊണ്ട് 3 times എഴുതുക. ഇനി നമുക്ക് കട്ട് ചെയ്യാനുള്ളതെല്ലാം കട്ട് ചെയ്യാം. നമ്മളിവിടെ 10.5/2 ഡിവിഷൻ ചെയ്ത് എഴുതാഞ്ഞത് കൊണ്ട് നമുക്കത് ഈ 2ഉം കൂടെ കട്ട് ചെയ്യാം. ഈ 2ഉം ഈ 22ഉം കൂടെ കട്ട് ചെയ്താൽ ഇവിടെ 11 ആകും. ഇനി നമുക്ക് എന്ത് കട്ട് ചെയ്യാം? ഈ 10.5ഉം 7ഉം കൂടെ നമുക്ക് കട്ട് ചെയ്യാം. അതായത് നിങ്ങൾ ഡെസിമൽ പോയിന്റ് മാറ്റിയിട്ട് 105 എഴുതുക. എന്നിട്ട് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 135 5 15 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു ഡിജിറ്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇവിടെ ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ 10.5നെ 7 കൊണ്ട് കട്ട് ചെയ്തപ്പോൾ നമുക്ക് 1.5 എന്ന് കിട്ടി. ഇനി നമുക്ക് ഈ 3ഉം 10.5ഉം കൂടെ നമുക്ക് കട്ട് ചെയ്യാം. അന്നേരം എന്ത് വരും? 3 3s are 9. ഇപ്പൊ ഇവിടെ 15 ആവും. 5 3s are 15. ഇവിടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു ഡിജിറ്റ് ഉണ്ട്. അപ്പൊ 3.5. ഇനി നമുക്ക് ഇവിടെ ഡിനോമിനേറ്ററിൽ ഒരു 2 മാത്രമേ ഉള്ളൂ. അപ്പൊ ഇനി ബാക്കിയുള്ളതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് 2 കൊണ്ട് ഡിവിഷൻ ചെയ്ത് നോക്കാം. 11 into 1.5. നിങ്ങൾ ആദ്യം ഡെസിമൽ പോയിന്റ് ഇല്ലാതെ എല്ലാത്തിനെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അതിനുശേഷം മാത്രം നിങ്ങൾ ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അപ്പോൾ 11 into 15 5 5 1 1 5 6 1 165 എന്ന് കിട്ടി. അപ്പൊ ഇത് രണ്ടും കൂടെ ഇത് ഞാൻ കട്ട് ചെയ്തായിരുന്നേ. 11ഉം 1.5ഉം കൂടെ ചെയ്തു. ഇനി അതിനെ 35 കൊണ്ട് ചെയ്യുന്നു. ഡെസിമൽ പോയിന്റ് മാറ്റിയിട്ടാണ് ചെയ്യുന്നത്. 5 5s are 25. 6 5s are 30 plus 2 32. 1 into 5 5. 5 plus 3 8. 5 3s are 15. 6 3s are 18 plus 1 19. 3 plus 1 4. 5 7 17 5 7 7 5. ഇനി ഇതിനെ 105 കൊണ്ട് ചെയ്യണം. അപ്പോൾ 5 7 7 5 into 105. 5 5s are 25. 7 5s are 35 plus 2 37. 7 5s are 35 plus 3 38. 5 5s are 25 plus 3 28. 0 0 0 0. 5 7 7 5. 5 7 8 5s are 13.
8 plus 1 9, 9 plus 7 16, 2 plus 1 3, 3 plus 7 10, 5 plus 1 6 is equal to 606375. ഇനി ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 1 2 3 പ്ലേസസ് ആണുള്ളത്. അപ്പോൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 3 പ്ലേസസ് പോയിട്ട് നമ്മൾ പോയിന്റ് ഇടുന്നു. 606.375 എന്ന് കിട്ടി. ഇത് ഡിവൈഡഡ് ബൈ, ഇനി ഇവിടെ ഒരു 2 ഉണ്ട്, ഡിവൈഡഡ് ബൈ 2 ചെയ്തു. അപ്പോൾ എന്ത് വരും? 606.375 divided by 2. 3 2s are 6. ഇനി 0 പറ്റില്ല. അപ്പോൾ ഇവിടെ ഒരു 0 ഇട്ട് കൊടുത്തിട്ട് അടുത്ത 6 നമ്മൾ എടുത്ത് എഴുതുന്നു. 3 2s are 6 0. ഇനി ഇവിടെ പോയിന്റ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ 3 താഴേക്ക് എഴുതുന്നു. 1 time 2, remainder is 1, 17. 8 2s are 16, 1 15, 7 2s are 14, 1 ഇവിടെ 0 ഇട്ട് കൊടുക്കുന്നു. 5 2s are 10 is equal to 303.1875. വോളിയം ആണ്. ഇവിടെ നമുക്ക് സെന്റിമീറ്ററിലാണ്. അപ്പോൾ യൂണിറ്റ് സെന്റിമീറ്റർ ക്യൂബ്. അപ്പോൾ ഇവിടെ നമ്മളോട് മിൽക്കിന്റെ ഈ ബൗളിൽ എന്തോരം മിൽക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതായത് ഇതിന്റെ കപ്പാസിറ്റി ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് എപ്പോഴും ലിക്വിഡ് ആയിട്ടുള്ളതാണ് തരുന്നതെങ്കിൽ നമ്മൾ ലിറ്ററിൽ ഇതിനെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ എഴുതണം. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് that hemispherical bowl can hold is equal to, അപ്പോൾ ഈ സെന്റിമീറ്റർ ക്യൂബിനെ നമ്മൾ ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു 1 സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് 1/1000 ലിറ്റർ ആണ്. 1 സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് 1/1000 ലിറ്റർ ആണ്. അപ്പോൾ ഇത്രയും സെന്റിമീറ്റർ ക്യൂബിനെ ഇതിലോട്ട് കൺവേർട്ട് ചെയ്യണേ എന്ത് ചെയ്യണം? ഇതിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഇസ് ഇക്വൽ ടു 303.1875 ഡിവൈഡഡ് ബൈ 1000. ഈ സെന്റിമീറ്റർ ക്യൂബ് ലിറ്റർ ആയിട്ട് മാറി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഡിവൈഡഡ് ബൈ 1000 ആയതുകൊണ്ട് ഇവിടെ 3 0 ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഡെസിമൽ പോയിന്റ് വീണ്ടും 3 പ്ലേസസ് ലെഫ്റ്റിലോട്ട് മൂവ് ആവും. അപ്പോൾ 1 2 3 ഇവിടെ വരും ഡെസിമൽ പോയിന്റ്. ഈസ് ഇക്വൽ ടു 0.303 ലിറ്റർ അപ്രോക്സിമേറ്റ്ലി എന്നൂടെ എഴുതിക്കണം കേട്ടോ. അപ്പോൾ അതായത് ഇവിടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് കുറേ ഡിജിറ്റ് കൂടി ഇങ്ങോട്ടുണ്ട്. നമ്മൾ 303 മാത്രമേ എഴുതിയുള്ളൂ. അതുകൊണ്ട് അപ്രോക്സിമേറ്റ്ലി എന്നും കൂടെ എഴുതുക. അപ്പോൾ 0.303 ലിറ്റർ മിൽക്കാണ് ഈ ഒരു ഹെമിസ്ഫെറിക്കൽ ബൗളിൽ ഹോൾഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്.